ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് മോഹൻലാൽ വന്ന ശനിയും ഞായറും എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. വലിയ എവിക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള എവിക്ഷനാണ് ഈ ആഴ്ച നടന്നിട്ടുള്ളത്. അതായത് ശനിയാഴ്ച ഉനിൽ ഔട്ടായി, ഞായറാഴ്ച ജിസേലും ഔട്ടായി. ആരും തന്നെ ജിസേൽ എവിക്റ്റഡ് ആകുന്നത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജിസേൽ. കാരണം പരദൂഷണമോ കുശുമ്പോ അസൂയയോ ഒന്നും തന്നെയില്ല. അനുമോൾ ജിസേൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പോലും, അതായത് ജിസേൽ ലിപ്സ്റ്റിക്ക് പുരട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം നടന്നല്ലോ. അന്നാണ് നെവിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആദില നൂറയാണ് നെവിനെ ട്രിഗർ ചെയ്ത് നെവിൻ കിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. അതൊരു വലിയ ബിഗ് ബോസിലെ വലിയ സംഭവം തന്നെയായിരുന്നു. എന്തായാലും വേണ്ടില്ല, നെവിൻ തിരിച്ച് കയറുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അനുമോൾ ജിസേൽ തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസിൽ അരങ്ങേറിയിട്ടുണ്ട്. അപ്പോൾ പല ദിവസവും അവരുടെ ടാസ്കിൻ്റെ ഭാഗമായി ജയിൽ നോമിനേഷനിലൊക്കെ വന്നു അനുമോൾ ജിസേൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും വളരെ മാന്യമായിട്ട് പക്വതയോടുകൂടിയാണ് ജിസേൽ അനുമോളോട് സംസാരിച്ചത്. അതായത് ജിസേൽ പൊട്ടിത്തെറിക്കത്തില്ല. പൊട്ടിത്തെറിച്ചാൽ തന്നെ ഒരു ജിസേൽ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബൽ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. വേൾഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോവുകയും താമസിക്കുകയും അതുപോലെ തന്നെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലെല്ലാം പങ്കുചേരുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവസമ്പന്നയായ ഒരു വ്യക്തി തന്നെയാണ് ജിസേൽ. എന്തായാലും ജിസേലിൻ്റെ എവിക്ഷൻ ബിഗ് ബോസിന് നികത്താനാവാത്ത ഒന്ന് തന്നെയാണ്. എന്തായാലും ഇനി ജിസേൽ എവിക്ഷൻ ആയപ്പോൾ പ്രേക്ഷകരുടെ എണ്ണം കുറയുമോ എന്നുള്ളതാണിപ്പോൾ കണ്ടറിയേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതും ഞായറാഴ്ചയായിരുന്നു. അതായത് ആദില, ലക്ഷ്മി, ജിസേൽ തുടങ്ങിയ 3 പേരും കൂടിയായിരുന്നു മത്സരിച്ചത്. അതിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ കഴിയും. അതായത് ജിസേലും ആദിലയും എവിക്ഷൻ്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് അവരെയും മത്സരിപ്പിച്ചത്. എന്തായാലും ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിച്ചത് ആദിലയാണ്. എന്തുകൊണ്ടും ആദില ജിസേൽ തമ്മിൽ മത്സരിക്കുമ്പോൾ ജിസേലാണ് ജയിക്കേണ്ടത്. നമ്മൾ ജിസേലിൻ്റെ പല മത്സരങ്ങളും പല ടാസ്കുകളിലും ജിസേൽ മുന്നേറിയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ എന്തൊരു എവിക്ഷനാണ് ഈ നടന്നതെന്ന് ഒട്ടും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണോ ബിഗ് ബോസ് എവിക്ഷൻ പ്രഖ്യാപിക്കുന്നത്? പെട്ടെന്ന് തന്നെ ജിസേലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എവിക്ഷൻ നടന്നപ്പോൾ പോലും ആ ഒരു സന്ദർഭത്തിലും ജിസേൽ തൻ്റെ സ്വഭാവ മഹിമയാണ് കാണിച്ചത്. വലിയ കരച്ചിലോ പ്രഹസനങ്ങളോ ഒന്നും തന്നെ ജിസേൽ നടത്തിയില്ല. എൻ്റെ അടുത്തേക്ക് പോരൂ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കാണ് ചെന്നത്. പക്ഷേ അവസാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആര്യനും ജിസേലിനെ തള്ളി പറയുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. പക്ഷേ ജിസേൽ ഒരിക്കൽ പോലും ആര്യനെ ഒരു തരത്തിലും വേദനിപ്പിച്ചിട്ടില്ല. നമുക്ക് കാണുവാൻ കഴിയുന്നത് ആര്യനാണ് എപ്പോഴും ജിസേലിനെ മുറിവേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും ജിസേൽ മാന്യമായിട്ടുള്ള സ്വഭാവ മഹിമയാണ് കാണിച്ചിരുന്നത്. എന്തായാലും വളരെ കഷ്ടമായിപ്പോയി.